തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുന്നത്തുകാലിൽ നീന്തൽക്കുളത്തിൽ വീണ് 12 വയസ്സുകാരന് ദാരുണാന്ത്യം. മലയൻകാവ് ഉള്ളിവിള വീട്ടിൽ ഷമീന ഷാജി ദമ്പതികളുടെ മകൻ നിയാസ് 13 വയസ്സാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഉണ്ടായത്. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, ദുഃഖകരമായ വാർത്തയാണ്, വിവരങ്ങൾ. അതീവ ദുഃഖകരമായ വാർത്തയാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് പുറത്തു വരുന്നത്. കുന്നത്തുകാലാണ് ഈ അപകടം ഉണ്ടായത്. നിയാസ് 12 വയസ്സുകാരനാണ്. നിയാസ് സഹോദരനും മറ്റു കൂട്ടുകാരനും ഒപ്പമാണ് ഈ പ്രദേശത്തേക്ക് കുളിക്കാനായി പോകുന്നത്. ആ ഘട്ടത്തിലാണ് അപകടമുണ്ടായി. പിന്നീട് ഈ പുറത്ത് നിന്നിരുന്ന സഹോദരൻ ഉൾപ്പെടെയുള്ളവർ നിലവിളിച്ചതിൻ്റെ ഭാഗമായി നാട്ടുകാർ വന്ന് രക്ഷപ്പെടുത്തിയപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. വലിയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് പഞ്ചായത്തിൻ്റെ കീഴിലൊരു കുളമായിരുന്നു, പിന്നീടാണ് സ്വിമ്മിംഗ് പൂളായി മാറിയത്. ആ സ്വിമ്മിംഗ് പൂളായി മാറുന്ന ഘട്ടത്തിലൊക്കെയും പാറക്കെട്ടുകളും ചെളിയും കൃത്യമായി നീക്കം ചെയ്തിട്ടില്ല എന്ന നാട്ടുകാർ പരാതി ഉന്നയിച്ച ഒരു പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം ഇതേ സ്വിമ്മിംഗ് പൂളിൽ ഇതേ ഇടത്ത് നീന്തൽക്കുളത്തിൽ 2 പേർ അപകടത്തിൽപ്പെട്ട് നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. നിലവിൽ എന്തായാലും താൽക്കാലികമായി അങ്ങോട്ടുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് പൂളായി പഞ്ചായത്ത് നവീകരിച്ചിരുന്ന ഒരു ഇടത്താണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും അത്തരത്തിൽ ഇവിടെ പോകാമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ പോയത്. എന്തായാലും അതിലൊരാളുടെ ജീവൻ നഷ്ടമായി എന്ന ഏറെ ദൗർഭാഗ്യകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ശ്രീ രാഹുൽ ജിനാഥാണ് വിവരങ്ങൾ നൽകിയത്.